everyone, welcome to our channel. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ ആണ്. 6th ചാപ്റ്റർ നമ്മൾ എടുത്തിട്ടില്ല. ഈസി ആയ ചാപ്റ്ററൊക്കെ വേഗം പഠിപ്പിച്ച് പോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ ആണ്. ഈ ഒരു ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ ഡീൽ ചെയ്യുന്ന സെക്ഷൻ ഇന്ത്യൻ കോൺട്രാക്റ്റ് ആക്ടിൽ സെക്ഷൻ 23 ആണ്. അക്കോർഡിംഗ് ടു സെക്ഷൻ ദ കൺസിഡറേഷൻ ആൻഡ് ഒബ്ജക്റ്റ് ഓഫ് എൻ എഗ്രിമെൻറ്റ് ഈസ് അൺലോഫുൾ. ഒരു എഗ്രിമെൻറ്റിൻ്റെ കൺസിഡറേഷനും ഒബ്ജക്റ്റും അൺലോഫുൾ ആവുന്ന കേസസ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ, ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ, അതായത് നിയമപ്രകാരമായിട്ട് നിരോധിക്കപ്പെട്ട ഏതെങ്കിലും ഒന്നാവുമ്പോൾ. സെക്കൻഡ് പോയിൻറ്റ്, ഇറ്റ് ഈസ് എ സച്ച് നേച്ചർ ദാറ്റ് പെർമിറ്റഡ് ഇറ്റ് വുഡ് ഡിഫീറ്റ് ദ പ്രൊവിഷൻ ഓഫ് എനി ലോ. ഏതെങ്കിലും ഒരു ലോയുടെ പ്രൊവിഷനെ ഡിഫീറ്റ് ചെയ്യുന്ന ഒന്നാവുമ്പോൾ. പിന്നെ പറയുന്നത് ഇറ്റ് ഈസ് ഫ്രോഡുലൻറ്റ്, എന്താ പറയുക, ഒരാളെ വഞ്ചിച്ച് നേടുന്ന കാര്യങ്ങളൊക്കെ ആകുമ്പോൾ. ഫോർത്ത് പോയിൻറ്റ്, ഇറ്റ് ഇൻവോൾവ്സ് ഓർ ഇംപ്ലൈസ് ഇഞ്ചുറി ടു പേഴ്സൺ ഓർ പ്രോപ്പർട്ടി ഓഫ് അനദർ. ഏതെങ്കിലും ആൾക്കാർക്ക് വ്യക്തിപരമായ എന്താ പറയുക ഇഞ്ചുറി ഉണ്ടാകുമ്പോഴോ അല്ലെങ്കിൽ അയാളുടെ പ്രോപ്പർട്ടി സ്വത്തുവകകൾക്ക് എന്തെങ്കിലും നാശനഷ്ടം വരുമ്പോൾ ഒക്കെ. ഫിഫ്ത്ത് പോയിൻറ്റ്, ദ കോഡ് റിഗാർഡ് ഇറ്റ് ഈസ് ഇമ്മോറൽ ഓർ ഓപ്പോസ് ടു പബ്ലിക് പോളിസി. പബ്ലിക് പോളിസിക്ക് എതിരായിട്ടുള്ള ഇമ്മോറൽ ആക്ടിവിറ്റീസൊക്കെ ആകുമ്പോഴൊക്കെയാണ് നമ്മൾ ഒരു എഗ്രിമെൻറ്റിൻ്റെ ഒബ്ജക്റ്റും കൺസിഡറേഷനും അൺലോഫുൾ ആവുന്നു എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സർക്കംസ്റ്റാൻസസ് അണ്ടർ വിച്ച് ദ ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ ആർ അൺലോഫുൾ. ഒബ്ജക്റ്റും കൺസിഡറേഷനും അൺലോഫുൾ ആവുന്ന സാഹചര്യങ്ങൾ ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻറ്റ്സ് തന്നെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാണ്. ഫസ്റ്റ് പോയിൻറ്റ്, ഇറ്റ് ഈസ് ഫോർബിഡൻ ബൈ ലോ. ഇഫ് ദ ഒബ്ജക്റ്റ് ഓർ കൺസിഡറേഷൻ ഓഫ് എൻ എഗ്രിമെൻറ്റ് ഈസ് ഡൂയിങ് ഓഫ് എൻ ആക്ട് ഫോർബിഡൻ ബൈ ലോ, ദ എഗ്രിമെൻറ്റ് ഈസ് വോയിഡ്. അതായത് എഗ്രിമെൻറ്റിൻ്റെ കൺസിഡറേഷൻ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് നിയമപരമായിട്ട് നിരോധിക്കപ്പെട്ട ഏതെങ്കിലും ഒന്നാണെങ്കിൽ ആ എഗ്രിമെൻറ്റ് എന്തായിരിക്കും, വോയിഡ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ, ബിക്ക് ഗവൺമെൻറ് സർവീസിൽ ഒരു ജോലി വാഗ്ദാനം ചെയ്തു. എക്ക് 50,000 രൂപ കൊടുക്കാമെന്ന് സമ്മതിച്ചു. ഇവിടെ ഒരു ഗവൺമെൻറ് സർവീസിൽ നമ്മളൊരു ജോലി നേടിക്കൊടുക്കുക എന്ന് പറയുന്നത്, എക്സാം ഒന്നും എഴുതാണ്ട് ഒരാൾ നേടിക്കൊടുക്കുക എന്ന് പറയുന്നത് തെറ്റായ ഒരു കാര്യമാണ്, നിയമപരമായിട്ട് നിരോധിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എഗ്രിമെൻറ്റ് എന്ന് പറയുന്നത് വോയിഡ് ആയിരിക്കും. ഓക്കെ, അതായത് ഫോർബിഡൻ ബൈ ലോ, എഗ്രിമെൻറ്റ് നിയമപരമായിട്ട് എന്താ പറയുക നിരോധിക്കപ്പെട്ട കാര്യമാണ്. അപ്പോൾ ഇതെന്താ പറയുക അൺലോഫുൾ ആയിട്ടുള്ള കാര്യമാണ്. സെക്കൻഡ് വൺ, ഇഫ് ഇറ്റ് ഈസ് ഡിഫീറ്റ് ദ പ്രൊവിഷൻ ഓഫ് എനി ലോ. ഇവിടെ ലോ എന്ന് പറയുന്നത് നമുക്കറിയാം റിട്ടേൺ ആവാം അല്ലെങ്കിൽ അൺറിട്ടേൺ ആവാം. സാധാരണയായിട്ട് പാർലമെൻറ്റ് പാസ് ചെയ്ത ലോ ഉണ്ടാവും, ഹിന്ദു മുഹമ്മദൻ ലോസ് ഉണ്ടാവും, അതുപോലെ തന്നെ വേറെ നിയമങ്ങളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ലോസിൻ്റെ പ്രൊവിഷനെ ഡിഫീറ്റ് ചെയ്യുന്ന ഒന്നാണെങ്കിൽ നമുക്ക് അതിൻ്റെ കൺസിഡറേഷൻ അല്ലെങ്കിൽ ഒബ്ജക്റ്റ് അൺലോഫുൾ ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു കല്യാണത്തിന് മുമ്പ് ഒരു മുസ്ലിം ആയിട്ടുള്ള ഭാര്യയും ഭർത്താവും, അതായത് ഒരു ആണും പെണ്ണും അവരൊരു അഗ്രിമെൻറ്റിൽ വന്നു. അതായത് വൈഫിന് പാരൻസിൻ്റെ കൂടെ താമസിക്കാനുള്ള ലിബർട്ടി, സ്വാതന്ത്ര്യം ഉണ്ട് എന്ന രീതിയിൽ ഒരു അഗ്രിമെൻറ്റിൽ വന്നു. പക്ഷേ ഇത് മുസ്ലിം നിയമപ്രകാരം അൺലോഫുള്ളായിട്ട്, അതായത് ആ ഒരു ലോൻ്റെ പ്രൊവിഷനെ ഡിഫീറ്റ് ചെയ്യുന്ന കാര്യം ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കൺസിഡറേഷൻ അൺലോഫുള്ളാണ്, അതായത് അഗ്രിമെൻറ്റ് വോയിഡാണ്. നെക്സ്റ്റ് പോയിൻറ്റ്, ഇഫ് ഇറ്റ് ഈസ് ഇമ്മോറൽ. കോടതി തന്നെ ഇമ്മോറലായിട്ട് സ്ഥിരീകരിച്ച കുറേ കാര്യങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വീട് ഇമ്മോറൽ ആക്ടിവിറ്റീസിന് വാടകയ്ക്ക് കൊടുക്കുന്നത് തെറ്റായിട്ടുള്ള ഒരു അൺലോഫുൾ ആയിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ ഇഫ് ഇറ്റ് ഈസ് ഓപ്പോസ് ടു പബ്ലിക് പോളിസി, പബ്ലിക് പോളിസിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ അത് കോടതി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. കോടതിയുടെ കണ്ണിൽ തന്നെ അത് പബ്ലിക് പോളിസിക്ക് എതിരായിട്ട് എന്ന് തോന്നിയ കാര്യങ്ങളും അൺലോഫുള്ളാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇങ്ങനെയുള്ള പബ്ലിക് പോളിസിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. എഗ്രിമെൻറ്റ് ഓപ്പോസ് ടു പബ്ലിക് പോളിസി, കോടതി തന്നെ നേരത്തെ ഡിക്ലെയർ ചെയ്തിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, എഗ്രിമെൻറ്റ് ഫോർ ട്രേഡിംഗ് വിത്ത് എനിമി. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണ് പ്രീവിയസ് ചാപ്റ്ററിലൊക്കെ. ഒരു എനിമിയായിട്ട്, അതായത് ഏലിയൻ എനിമി, വേറെ കൺട്രിയിലെ ആൾക്കാരായിട്ടൊരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന ടൈമിലോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ സമ്മതത്തോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതൊക്കെ ആ ഒരു രീതിയിൽ ചെയ്യാം. വാറിൻ്റെ ടൈമിൽ നമുക്ക് ചിലപ്പോൾ ആ ഒരു കോൺട്രാക്റ്റിന് ഇല്ലാതായി പോകാൻ സാഹചര്യം വരും. അപ്പോൾ ഇതൊക്കെ ഒരു പബ്ലിക് പോളിസിക്ക് എതിരായിട്ടുള്ള കാര്യമാണെന്നാണ് പറയുന്നത്. നമ്മൾ ടെക്സ്റ്റിലുള്ള അതേ ഓർഡറിലല്ല പറയുന്നത്, കുറച്ച് ഈസി ആയ പോയിൻറ്റ്സാണ് പറഞ്ഞു പോകുന്നത്. അപ്പോൾ സെക്കൻഡ് പോയിൻറ്റ്, എഗ്രിമെൻറ്റ്സ് ഫോർ സെയിൽ ഓഫ് പബ്ലിക് ഓഫീസസ് ആൻഡ് ടൈറ്റിൽസ്. പൊതു കാര്യാലയങ്ങൾ വിൽക്കുന്ന ടൈമിലോ അല്ലെങ്കിൽ ടൈറ്റിൽസ് എന്തെങ്കിലും റെക്കഗ്നൈസേഷൻ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് മോണിറ്ററി കൺസിഡറേഷൻ നൽകുക. ഫോർ എക്സാമ്പിൾ, ഈ പത്മശ്രീ, ഭാരതരത്ന, പത്മവിഭൂഷൺ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഏജൻസിക്ക് പൈസ കൊടുത്തും കൊണ്ട് അത് നേടിയെടുക്കുന്ന ഒരു സാഹചര്യം, ഇതൊക്കെ എന്താ പറയുന്നത് പബ്ലിക് പോളിസിക്ക് എതിരായിട്ടുള്ള കാര്യമാണ്.
നെക്സ്റ്റ് പോയിൻറ്റ് എഗ്രിമെൻറ്റ്സ് ഓഫ് ചാമ്പറ്റി ആൻഡ് മെയിൻ്റെനൻസ്. ഇവിടെ മെയിൻ്റെനൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്തെങ്കിലും ഒരു സഹായം വേറൊരാൾക്ക് ചെയ്യാം. അത് സാമ്പത്തികപരമായിട്ടും ആവാം, അല്ലാതെ ആവാം. അല്ലെങ്കിൽ ഒരു ലീഗൽ പ്രൊസീഡിങ് ഡിഫെൻഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ബ്രിങ് ചെയ്യുന്നുള്ള സഹായമൊക്കെ ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള സഹായം ഈ ഒരു ചെയ്തു കൊടുക്കുന്ന ആൾക്ക്, സഹായിക്കാൻ വരുന്ന ആൾക്ക് ഇതിൻ്റെ സബ്ജക്റ്റ് മാറ്ററിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ലെങ്കിൽ എന്താ പറയുക, ഇത് പബ്ലിക് പോളിസിക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ടെക്സ്റ്റിൽ തന്ന എക്സാമ്പിൾ നോക്കിക്കേ. എക്സ് ഓഫേഴ്സ് ടു വൈ ₹10,000 ഇഫ് വൈ സ്യൂട്ട് ഫയൽ അഗെയിൻസ്റ്റ് സെഡ്. സെഡിനെതിരായിട്ട് വൈ എന്തെങ്കിലും കേസ് സ്യൂട്ട് ചെയ്യുന്നതിന് എക്സ് വൈക്ക് 10,000 രൂപ കൊടുക്കാമെന്ന് പറഞ്ഞു. ഇവിടെ എക്സിൻ്റെ മോട്ടീവ് ആകെ സെഡിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടാക്കുക എന്നത് മാത്രമാണ്. ഓക്കെ, നെക്സ്റ്റ് എന്താണ് ചാമ്പറ്റി? ചാമ്പറ്റി ഈസ് എൻ അഗ്രിമെൻറ്റ് വെയർ by one party is to assist another to bring an action for recovering money or property and is to share proceed the action. ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും കേസ് നടത്തിയിട്ട് ഒരു എക്സ് ഇപ്പോൾ വൈനോട് ഓഫർ ചെയ്യാണ്, ഞാൻ ഈ കേസ് നിങ്ങളെ ജയിപ്പിച്ച് തരാം, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു ഷെയർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ കേസ് ജയിച്ചിട്ട് നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത്, പ്രോഫിറ്റ് പൈസയാവാം അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി ആവാം, അതിൻ്റെ ഒരു ഷെയർ എനിക്ക് നിങ്ങൾ തരണം എന്നൊരു ഓഫർ നടത്താം. ഇങ്ങനെയുള്ള കാര്യത്തിനാണ് നമ്മൾ ചാമ്പറ്റി എന്ന് പറയാം. ഇതും പബ്ലിക് പോളിസിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് പോയിൻ്റ് എഗ്രിമെൻറ്റ്സ് ഓഫ് സ്റ്റിഫ്ലിംഗ് പ്രോസിക്യൂഷൻ. ഏതൊരാൾ കുറ്റം ചെയ്താലും ശിക്ഷിക്കപ്പെടണമെന്നാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള പ്രോസിക്യൂഷനെ സ്റ്റിഫ്ലിംഗ് ചെയ്യുന്നത്, അതായത് തടഞ്ഞു നിർത്തുന്ന ഏതൊരു എഗ്രിമെൻറ്റും എന്താണ് പറയുന്നത്, പബ്ലിക് പോളിസിക്ക് വിരുദ്ധമായിട്ടുള്ള എഗ്രിമെൻറ്റ്സ് ആണ്. നെക്സ്റ്റ് പറയുന്നത് എഗ്രിമെൻറ്റ്സ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ലീഗൽ പ്രൊസീഡിംഗ്. നിയമ നടപടിക്രമങ്ങളെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള എഗ്രിമെൻറ്റ് പബ്ലിക് പോളിസിക്ക് എതിരാണെന്ന്. അതിൽ വരുന്ന 2 കാറ്റഗറിയാണ് എഗ്രിമെൻറ്റ് റെസ്ട്രിക്റ്റിംഗ് എൻഫോഴ്സ്മെൻറ്റ് ഓഫ് റൈറ്റ്, എൻഫോഴ്സ്മെൻറ്റ് റൈറ്റിനെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന രീതിയിൽ. എഗ്രിമെൻറ്റ് കർട്ടൈലിംഗ് പീരീഡ് ഓഫ് ലിമിറ്റേഷൻ, നമ്മുടെ ഒരു പീരീഡ് വെട്ടിച്ചുരുക്കും കൊണ്ടുള്ള കുറേ എഗ്രിമെൻ്റ് ഉണ്ടാവും, അതൊക്കെ എന്താ പറയുന്നത്, വോയിഡാണ്, പബ്ലിക് പോളിസിക്ക് എതിരായിട്ടുള്ള എഗ്രിമെൻറ്റ്സ് ആണ്. നെക്സ്റ്റ് പറയുന്നത് എഗ്രിമെൻറ്റ്സ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് പാരൻ്റൽ റൈറ്റ്. സാധാരണ മൈനറായിട്ടുള്ള ഒരു കുട്ടിയുടെ ഗാർഡിയൻ എന്ന് പറയുന്നത് ആ കുട്ടിയുടെ അച്ഛനായിരിക്കും. പക്ഷേ അച്ഛനില്ലാത്തൊരു സാഹചര്യങ്ങളിൽ അമ്മമാരായിരിക്കും ആ കുട്ടിയുടെ ഗാർഡിയൻ. പക്ഷേ എന്തെങ്കിലും ഒരു ആവശ്യത്തിന്, പണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സ്ട്രേഞ്ചറിൻ്റെ കയ്യിൽ ഈ കുട്ടിയുടെ ഗാർഡിയൻഷിപ്പ് ഏൽപ്പിക്കുന്നത് പബ്ലിക് പോളിസിക്ക് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്, അൺലോഫുള്ളായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള എഗ്രിമെൻ്റ് എന്തായിരിക്കും, വോയിഡ് ആയിരിക്കും. പിന്നെ പറയുന്നത് എഗ്രിമെൻറ്റ്സ് റെസ്ട്രെയിനിങ് പേഴ്സണൽ ലിബർട്ടി. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യം ഇല്ലാതാക്കുന്ന രീതിയിലുള്ള എഗ്രിമെൻ്റ് എന്ന് പറയുന്നത് പബ്ലിക് പോളിസിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് എഗ്രിമെൻറ്റ്സ് ഫോർ മാരേജ് ബ്രോക്കറേജ്. എന്തെങ്കിലും ഒരു റിവാർഡ് വാങ്ങിയിട്ട് നമ്മളൊരു മാരേജ് നടത്തുന്നത് എപ്പോഴും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ കല്യാണം കഴിക്കുന്ന 2 പേരുടെ വോളണ്ടറി ഡിസിഷനാണ് മാരേജ്. അപ്പോൾ ഇതിനൊരു റിവാർഡ് വാങ്ങി നടത്തുക പബ്ലിക് പോളിസിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഫോർ എക്സാമ്പിൾ, നമ്മൾ സ്ത്രീധനമൊക്കെ വാങ്ങുന്നതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്. നെക്സ്റ്റ് എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് മാരേജ്. സാധാരണഗതിയിൽ എഗ്രിമെൻറ്റ്, അതായത് മാരേജിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള എഗ്രിമെൻറ്റ്സ് മൈനറിൻ്റെ കേസിൽ ബാധകമല്ല. ഇങ്ങനെയുള്ള എഗ്രിമെൻറ്റ് പബ്ലിക് പോളിസിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. കാരണം മാരേജ് എന്ന് പറയുന്നത് ഓരോ ഇൻഡിവിജ്വലിൻ്റെ റൈറ്റാണ്. നെക്സ്റ്റ് പറയുന്നത് എഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്. കച്ചവടം നടത്തിക്കൊണ്ട് എന്തെങ്കിലും ഒരു എഗ്രിമെൻറ്റിൽ ചേരുന്നത് എപ്പോഴും നല്ലതല്ല, അത് പബ്ലിക് പോളിസിക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ് ഒരു ട്രേഡിൽ എൻഗേജ് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള എൻഗേജ്മെൻറ്റ് ഒഴിവാക്കുന്ന രീതിയിലുള്ള എഗ്രിമെൻറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡ്. ഒരാളെ ട്രേഡിൽ ഏർപ്പെടാൻ സമ്മതിക്കാത്ത രീതിയിലുള്ള അഗ്രിമെൻറ്റ്, ഇത് പബ്ലിക് പോളിസിക്ക് വിരുദ്ധമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഒരാളെ നമ്മളൊരു ട്രേഡിൽ ഏർപ്പെടലിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ റെസ്ട്രിക്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഇതിന് ചില എക്സെപ്ഷൻസ് ഉണ്ട്. ഒന്ന് സെയിൽ ഓഫ് ഗുഡ് വില്ല്, അതായത് ഒരു ബിസിനസ്മാൻ അയാളുടെ അതേ രീതിയിൽ ഒരാൾ ബിസിനസ് തുടങ്ങുക, സിമിലർ ബിസിനസ് തുടങ്ങുക, അതേ ലിമിറ്റ്സിൽ ഒക്കെ തുടങ്ങുന്നതിൽ നിന്ന് നമുക്ക് പിന്തിരിപ്പിക്കാൻ, ആ ഒരു സെല്ലർ ഓഫ് ഗുഡ് വില്ലിന് അയാളെ പിന്തിരിപ്പിക്കാൻ പറ്റുമെന്നാണ് പറയുന്നത്, റെസ്ട്രെയിൻ ചെയ്യാൻ പറ്റും. ഇത് വാലിഡാണ്, കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇത് വാലിഡായിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ് പാർട്ട്നേഴ്സ് എഗ്രിമെൻറ്റ്. നമ്മൾ ഏതെങ്കിലും ഒരു പാർട്ടിക്കുലർ ബിസിനസ്സിൽ പാർട്ട്ണർ ആയിരിക്കുന്ന ടൈമിൽ സെയിം കൈൻഡ് ഓഫ് ബിസിനസ് ആ പാർട്ട്ണറെ കൂടാതെ തന്നെ ഒറ്റയ്ക്ക് ചെയ്യരുത് എന്ന് പറഞ്ഞിട്ടുള്ള അഗ്രിമെൻറ്റ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ ഔട്ട് ഗോയിങ് പാർട്ട്ണർഷിപ്പ് ഫേമിൽ നിന്ന് പിരിഞ്ഞു പോണ പാർട്ട്ണർക്ക് ഇത്ര കാലയളവിനുള്ളിൽ നിങ്ങൾ ഈ സ്ഥലത്ത് ഈ ഒരു സെയിം കൈൻഡ് ബിസിനസ് തുടങ്ങരുത് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അഗ്രിമെൻറ്റ് ഉണ്ടാക്കാം.
അത് കഴിഞ്ഞിട്ട് ട്രേഡ് കോമ്പിനേഷൻസ്, അതായത് രണ്ട് ബിസിനസ് ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ അവർക്ക് വേണമെങ്കിൽ റെഗുലേറ്റ് ചെയ്യാം വേറൊരു ബിസിനസ്സിനെ. അതുപോലെ തന്നെ സർവീസ് കോൺട്രാക്റ്റ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് അഗ്രിമെൻറ്റ് ഓപ്പോസിറ്റ് പബ്ലിക് പോളിസി. അതിൻ്റെ ഇടയിൽ നമ്മൾ അഗ്രിമെൻറ്റ് ഇൻ റെസ്ട്രെയിൻറ്റ് ഓഫ് ട്രേഡിലെ എക്സെപ്ഷൻസ് പറഞ്ഞു. ഇനി നമുക്ക് പബ്ലിക് പോളിസിക്ക് വിരുദ്ധമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ നോക്കാം. അഗ്രിമെൻറ്റ്സ് ടു ഡിഫ്രോഡ് ക്രെഡിറ്റേഴ്സ് ആൻഡ് റവന്യൂ അതോറിറ്റീസ്. ക്രെഡിറ്റേഴ്സിനെയും റവന്യൂ അതോറിറ്റീസിനെയും തെറ്റിദ്ധരിപ്പിച്ചും കൊണ്ട് ഉള്ള അഗ്രിമെൻറ്റ്. നെക്സ്റ്റ്, അഗ്രിമെൻറ്റ്സ് ടു ക്രിയേറ്റ് മോണോപോളീസ്. ഒരു കുത്തക അവകാശം നേടിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള അഗ്രിമെൻറ്റ്സ്, അത് പബ്ലിക് പോളിസിക്ക് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ പറയുന്നത് അഗ്രിമെൻറ്റ്സ് ടു നോട്ട് ടു ബിഡ്. സാധാരണ ഈ ലേലം വിളിക്കുന്ന ടൈമിലൊക്കെ നമ്മൾ ഓരോന്ന് വിളിച്ച് പറയും, ഓരോ എമൗണ്ട്. അപ്പോൾ അതെന്താ പറയുന്നത്, രണ്ട് പാർട്ടീസ് തമ്മിൽ അങ്ങനെ ചെയ്യരുത് പറഞ്ഞിട്ടൊരു അഗ്രിമെൻറ്റ് ഉണ്ടാക്കുകയാണ്. അത് മറ്റൊരാൾക്ക് ദോഷകരമായിട്ട് ബാധിക്കുന്നത് കൊണ്ട് തന്നെ അത് പബ്ലിക് പോളിസിക്ക് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ്. അടുത്തത് അഗ്രിമെൻറ്റ് വേവിങ് ആൻഡ് ഇല്ലീഗാലിറ്റി. അതായത് എന്തെങ്കിലും ഒരു ഇമ്മോറൽ ആക്ടിവിറ്റി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു അഗ്രിമെൻറ്റിൽ ഏർപ്പെടുന്നത് പബ്ലിക് പോളിസിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു കാര്യമാണ്. നെക്സ്റ്റ്, അത് അഗ്രിമെൻറ്റ് ഓപ്പോസിറ്റ് പബ്ലിക് പോളിസിക്ക്. വേറെ ഏതെങ്കിലും പബ്ലിക് പോളിസിക്ക് എതിരായിട്ടുള്ള അഗ്രിമെൻറ്റിൽ ചേരുന്നതും തെറ്റാണ്. അപ്പോൾ നമ്മുടെ ലീഗാലിറ്റി ഓഫ് ഒബ്ജക്റ്റ് ആൻഡ് കൺസിഡറേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ചാപ്റ്റർ കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. അതിന് മുമ്പ് നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്